കൊലപാതകത്തിന്റെ വാർത്ത വരികയാണ്. കർണാടകയിലെ കുടകിൽ ഭാര്യയും മകളും ഉൾപ്പെടെ 4 പേരെ ക്രൂരമായി കൊന്ന മലയാളി യുവാവ്. വയനാട് തിരുനെല്ലി സ്വദേശി ഗിരീഷാണ് കൊലപാതകം നടത്തിയത്. കൊലയ്ക്ക് ശേഷം വയനാട് തലപ്പുഴയിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ ഇന്ന് വൈകിട്ടോടെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. എം കമലുണ്ട് വിശദാംശങ്ങളുമായി. കമൽ, ദാരുണമായ ക്രൂരമായ വാർത്ത. കുടകിൽ ഇവർ ഒന്നിച്ച് താമസിക്കുകയായിരുന്നു, അവിടെ വെച്ച് കൊലപാതകം നടത്തിയെന്നാണോ മനസ്സിലാക്കുന്നത്? എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം? അനശ്വര, ഈ സംഭവം നടന്നത് കർണാടകയിലായതുകൊണ്ട് തന്നെ ഈ കൊലപാതകത്തിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേയുള്ളൂ. കുടകിലെ പൊന്നമ്പേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ കൊലപാതകം നടന്നത്. വയനാട് തിരുനെല്ലി സ്വദേശി ഗിരീഷാണ് കേസിലെ പ്രതി. ഗിരീഷിന്റെ ഭാര്യ മാഗി, മകൾ 5 വയസ്സുകാരിയായ കാവേരി, ഭാര്യയുടെ പിതാവ് കരിയ, ഭാര്യയുടെ അമ്മ ഗൗരി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകം നടത്തിയ ശേഷം വയനാട്ടിലെത്തിയ പ്രതി വയനാട്ടിലെ തലപ്പുഴയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. പൊന്നമ്പേട്ട് പോലീസ് വയനാട്ടിലെത്തിയാണ് അതിവിദഗ്ധമായി ഗിരീഷിനെ പിടികൂടിയത്. ഗിരീഷിനെ ഇന്ന് വൈകിട്ട് തന്നെ കുടകിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മറ്റ് നിയമ നടപടികളൊക്കെ കർണാടകയിലാണ് നടക്കുക. കൊലപാതകത്തിന്റെ കാരണം എന്താണ്, എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ള വിവരങ്ങളൊക്കെ ലഭ്യമായി വരുന്നതേയുള്ളൂ. ഇദ്ദേഹം 2 വിവാഹം കഴിച്ചിരുന്നു എന്നൊക്കെയാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റു വിവരങ്ങൾ നമുക്ക് അടുത്ത സമയങ്ങളിൽ ലഭ്യമാവുകയുള്ളൂ. കമൽ, തിരുവനന്തപുരം വെഞ്ഞാറമൂടിന്റെ ആ നടുക്കം നമ്മൾ മറന്നിട്ടില്ല, അത് മാറിയിട്ടില്ല. അഫാൻ എന്ന് പറയുന്ന കൊലയാളിയെക്കുറിച്ച് ഇപ്പോഴും കേരളം ചർച്ച ചെയ്യുകയാണ്. അപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു കൊലപാതക വാർത്ത വരുന്നത്. 5 വയസ്സുള്ള മകളെ അടക്കം കൊന്നുകളയാൻ ഒരു മനുഷ്യനെ എന്താണ് പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് അറിയാനുള്ളത്. നമുക്കറിയാം, വയനാട് തിരുനെല്ലിയും കുടകും തമ്മിൽ അധിക ദൂരമൊന്നുമില്ല. അവിടുത്തുകാർക്ക് കുടക് എന്ന് പറയുന്നത് സ്വന്തം ജില്ലയിലെ ഒരു സ്ഥലം പോലെ തന്നെ പോയും വന്നും ഇരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കുടകിൽ പോയി കൊലപാതകം നടത്തി എന്നുള്ള സ്ഥിരീകരണം വന്നിട്ടില്ലെന്ന് അറിയാമെങ്കിലും ഭാര്യയുടെ മാതാപിതാക്കളെ, കുഞ്ഞിനെ ഒക്കെ ഇങ്ങനെ കൊല നടത്താൻ എന്താണ് കാരണമെന്ന് ഈ തിരുനെല്ലി പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ തിരുനെല്ലിയിലുള്ള ഈ ഗിരീഷിന്റെ മറ്റ് അയൽവാസികളായിട്ട് ആരെങ്കിലുമായിട്ടും ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? അല്പസമയം മുമ്പ് മാത്രമാണ് നമുക്ക് ഈ വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കർണാടക പോലീസിൽ നിന്ന് ആ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേയുള്ളൂ. ഇത്തരത്തിൽ ഒരാൾ അറസ്റ്റിലായി എന്നുള്ള വിവരം തന്നെ അല്പസമയം മുമ്പ് മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. അനശ്വര, ശരി, ഏറ്റവും വലിയൊരു വാർത്തയാണ്. വിശദാംശങ്ങൾ ലഭ്യമാകുന്നതേയുള്ളൂ. കുടകിലാണ് കൂട്ടക്കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. കർണാടകയിലെ കുടകിൽ ഭാര്യയും 5 വയസ്സ് മാത്രം പ്രായമുള്ള മകളും ഉൾപ്പെടെ 4 പേരെ കൊന്നുകളഞ്ഞു. ഗിരീഷ് എന്ന 38-കാരൻ വയനാട് തിരുനെല്ലി സ്വദേശിയാണ്. ഇയാൾ കൊലപാതകത്തിന് ശേഷം മാനന്തവാടിക്കടുത്തെ തലപ്പുഴയിൽ ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു. അവിടെ നിന്നാണ് പൊന്നമ്പേട്ട് പോലീസ് എത്തി ഇയാളെ പിടികൂടിയത്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഈ ക്രൂര കൊലപാതകത്തിന്റെ കാരണം എന്തെന്ന് വ്യക്തമാകൂ. വയനാട്ടിൽ നിന്ന് എം കമലാണ് ഇപ്പോൾ ലഭ്യമായ വിശദാംശങ്ങൾ നൽകിയത്.